Welcome to Classical Mechanics class for for MSc Physics Semester 1 Classical Mechanics, and the module is Classical Chaos. And from Classical Chaos we see the portion phase plane analysis of dynamical system. Phase plane analysis of dynamical system, class number CM59, Classical Chaos. ഫേസ് പ്ലെയിൻ അനാലിസിസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫേസ് പ്ലെയിൻ കർവ്, ഫേസ് കർവ്. അപ്പോൾ ആ കർവ് ഏതെല്ലാം പാരാമീറ്റർ വെച്ച് വരയ്ക്കും എന്നുള്ളതോടെ പറയുകയാണ്. ഫേസ് പ്ലെയിൻ അനാലിസിസ് ഓഫ് ഡൈനാമിക്കൽ സിസ്റ്റംസ്, ക്ലാസിക്കൽ കയൂസ്. എ ഡൈനാമിക് സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ സെറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ദാറ്റ് ഡിറ്റർമിൻ ദി ടൈം എവല്യൂഷൻ ഓഫ് ദി സ്റ്റേറ്റ്. ഇപ്പോൾ ഡൈനാമിക്കൽ സിസ്റ്റം ഒരു സിമ്പിൾ പെനിൽ എക്സാമ്പിളാണ്. ആ സിമ്പിൾ പെനിൽ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ എഴുതും, അത് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. അതാണ് ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എ 2-dimensional സിസ്റ്റം ദി ഫേസ് പ്ലെയിൻ ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രജക്ടറീസ് ഇൻ ദി ഫേസ് ഓഫ് വേരിയബിൾസ്. എക്സാമ്പിൾ പൊസിഷൻ എക്സ് ആൻഡ് വെലോസിറ്റി എക്സ് ഡോട്ട്. ഇപ്പോൾ പൊസിഷൻ എക്സ്, വെലോസിറ്റി എക്സ് ഡോട്ട് പോലെയുള്ള വേരിയബിൾ വെച്ച് വരയ്ക്കുന്ന ഒരു കർവിനെയാണ് ഫേസ് പ്ലെയിൻ കർവ് എന്ന് പറയുന്നത്. ഫോർ എ ഡൈനാമിക്കൽ സിസ്റ്റം ഇത് ഫേസ് പ്ലെയിൻ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഫേസ് പ്ലെയിൻ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രജക്ടറീസ് ഇൻ ദി സ്പേസ് ഓഫ് വേരിയബിൾസ് ദാറ്റ് ഈസ് എക്സ് ആൻഡ് എക്സ് ഡോട്ട്. The method provides qualitative insight into stability, oscillations, and the onset of chaos in non-linear systems. അപ്പോൾ ഈ ഫേസ് പ്ലെയിൻ മെത്തേഡ് നമുക്ക് എന്താണ് അതിൻ്റെ പ്രയോജനം? ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ ഓസിലേഷൻ രീതി, അതുപോലെ ഖയോസ്, നോൺ ലീനിയർ സിസ്റ്റം ആകുമ്പോൾ അതിൻ്റെ ഖയോസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. ജനറൽ ഫോം ഓഫ് ഡൈനാമിക്കൽ സിസ്റ്റം. എ 2D autonomous system can be represented as x dot is f of xy, y dot is g of xy. രണ്ട് ഫംഗ്ഷൻ വിചാരിക്കണം. ഒന്നാമത്തെ ഫംഗ്ഷൻ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, വൈ ഡോട്ട് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഒരു ഡൈനാമിക് സിസ്റ്റം ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണ്. എക്സ് ടി തീറ്റ, അവിടെ എക്സ് ടി 0 ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇനിഷ്യൽ കണ്ടീഷനാണ്. ഒരു ഇൻപുട്ട് യു കെ ഉണ്ട്, അത് കൊടുക്കും. മറ്റൊരു ഔട്ട്പുട്ടല്ല, ഇൻപുട്ട് തന്നെ. അതൊരു റിറ്റാർഡിങ് ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ ഡാമ്പിങ് ഫോഴ്സ് പറയുകയാണെങ്കിൽ അതിന് വൈകെ എന്നും പറയും. ആരോ ഒരേ ദിശയിലേക്ക് ഇട്ടാൽ മതി. രണ്ട് ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ഒന്ന് ഡ്രൈവിംഗ് ആണെങ്കിൽ മറ്റൊന്ന് റിറ്റാർഡിങ് ആയിരിക്കും. സൊല്യൂഷൻസ് ആർ ട്രജക്ടറീസ് ഇൻ ദി ഫേസ് പ്ലെയിൻ. ഫേസ് പ്ലെയിനിൽ കിട്ടുന്ന ട്രജക്ടറിയാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ദ സ്ലോപ്പ് ഓഫ് ദി ട്രജക്ടറി അറ്റ് എനി പോയിൻറ്റ്. ഏതെങ്കിലും പോയിന്റിൽ അതിൻ്റെ സ്ലോപ്പ് എന്താണ് അറിയാലോ നമുക്ക്. അത് പിന്നെ ഡെറിവേറ്റീവാണ്. സ്ലോപ്പ് എപ്പോഴും കർവിൻ്റെ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് ഡി ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ്, അത് ജി ബൈ എഫ് ആണ്. ജി എക്സ് ബൈ എക്സ് വൈ ബൈ എഫ് എക്സ് വൈ. കാരണം ജിയും എഫും എക്സിൻ്റെ വൈയുടെയും ഫംഗ്ഷനാണ്. therefore dy by dx is gxy by fxy. ഫേസ് പോർട്രേറ്റ്. ഫേസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? അതിൻ്റെ പോർട്രേറ്റ് എന്താണ്? ട്രജക്ടറി പാത്ത് ട്രേസ്ഡ് ബൈ ദ സിസ്റ്റം ഇൻ ദി ഫേസ് പ്ലെയിൻ. ഫേസ് പ്ലെയിനിൽ സിസ്റ്റം വരയ്ക്കുന്ന പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം, ഫിക്സഡ് പോയിൻറ്റ്സ് വേർ എക്സ് ഡോട്ട് ഈസ് 0, വൈ ഡോട്ട് ഈസ് 0. വൈ ഡോട്ട് ഈസ് 0 ഇടണം, 0 ചേർക്കണം. ലീനിയറൈസേഷൻ നിയർ ഇക്വിലിബ്രിയത്തിൽ ലീനിയറൈസേഷൻ. അതിൻ്റെ ലീനിയാരിറ്റി ഒരു പ്രത്യേക പോയിന്റ് കഴിയുമ്പോഴാണ് നോൺ ലീനിയാരിറ്റി തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് എക്സ് ഡോട്ട് വൈ ഡോട്ട്. മെട്രിക്സ് ഈക്വൽ ജെ ഇൻറ്റു എക്സ് വൈ, ഒരു ലീനിയർ ഇക്വേഷൻ പറയുന്നതാണ്. ആ ജെ ഈസ് എ 2x2 മെട്രിക്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഒരു വരെ ഇപ്പുറത്തും കൊടുക്കുക, ബ്രാക്കറ്റ് മോഡലിൽ, സ്ക്വയർ ബ്രാക്കറ്റ് മോഡൽ വരയ്ക്കുക. ജെ ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ. അടുത്ത റോയിൽ ഡോ ജി ബൈ ഡോ എക്സ്, ഡോ ജി ബൈ ഡോ വൈ.
റിയൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ റിയൽ ആൻഡ് നെഗറ്റീവ് എന്ന് കിട്ടുകയാണെങ്കിൽ അത് സ്റ്റേബിൾ നോഡാണ്. റിയൽ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ അൺസ്റ്റേബിൾ നോഡാണ്. ഒരു മാട്രിക്സ് ഇക്വേഷനാണ്. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ റിയൽ വാല്യൂ കിട്ടും, നെഗറ്റീവ് വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത്ര കേസിനെ സ്റ്റേബിൾ നോഡെന്നും റിയൽ പോസിറ്റീവ് ആണെങ്കിൽ അൺസ്റ്റേബിൾ നോഡെന്നും പറയും. കോംപ്ലക്സ് വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട് ദാറ്റ് ഗിവ്സ് സ്പൈറൽ സിങ്ക്. Complex with the positive real part that gives spiral source. Purely imaginary that gives center, closed orbit. And there's a term which is called limit cycles. Some non-linear systems exhibit isolated closed trajectories. Some linear systems exhibit isolated closed trajectories and they are called limit cycles. And what is the distinction? Stable limit cycle. There are stable limit cycle and unstable limit cycle. For a stable limit cycle, neighboring trajectories spiral into it. അടുത്തുള്ള ട്രജക്ടറീസ് സ്പൈറൽ ചെയ്ത് അകത്തേക്ക് കയറും. അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ട്രജക്ടറീസ് സ്പൈറൽ എവേ. കീ സിഗ്നേച്ചർ ഓഫ് നോൺ ലീനിയർ ഓസിലേഷൻസ്. നോൺ ലീനിയർ ഓസിലേഷൻ്റെ പ്രധാനപ്പെട്ട സിഗ്നേച്ചർ, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഫേസ് പ്ലെയിൻ ആൻഡ് കയോസ്. കയോസ് arises in non-linear systems when trajectories show. അപ്പം നോൺ ലീനിയർ സിസ്റ്റംസിലാണ് കയോസ് വരുന്നത്. അന്നേരം ട്രജക്ടറീസിന് പ്രത്യേക ഇൻഡിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അത് കാണിക്കുന്നത്? സെൻസിറ്റിവിറ്റി ടു ഇനിഷ്യൽ കണ്ടീഷൻസ്. ടൈനി ഡിഫറൻസസ് ഗ്രോ എക്സ്പൊണൻഷ്യലി. ഡിഫറൻസസ് ഗ്രോ എക്സ്പൊണൻഷ്യലി. അപ്പോൾ അതിന് ആ എക്സ്പൊണൻഷ്യൽ ടേമിനെ വിളിക്കുന്ന പേരാണ് ലിയാപുനോവ് എക്സ്പൊണൻറ്റ്. ദാറ്റ് ഇസ് റിട്ടേൺ 0. ലിയാപുനോവ് എക്സ്പൊണൻറ്റ് റിട്ടേൺ 0. Next is aperiodic but bounded motion. Next is strong attractors. Fractal-like structures in phase space. ഏതാണ് ഫ്രാക്റ്റൽ? നമുക്ക് പറയാവുന്നതാണ്. അട്രാക്ടറും പറയാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ അത് പറയുന്നതാണ്. പെൻഡുലം വിത്ത് ഡ്രൈവിംഗ് പ്ലസ് ഡാമ്പിംഗ്. അപ്പോൾ ഡ്രൈവിംഗ് പ്ലസ് ഡാമ്പിംഗ് വരുമ്പോഴാണ് ഓസിലേഷൻ പെൻഡുലത്തിൻ്റെ നോൺ ലീനിയർ ആകുന്നത്. അത്തരം കേസിൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഗാമ തീറ്റ ഡോട്ട് പ്ലസ് ഒമേഗ 0 സ്ക്വയർ സൈൻ തീറ്റ ഈസ് എഫ് കോസ് ക്യാപിറ്റൽ ഒമേഗ ടി. ഇതൊരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡാംഡ് ഹാർമോണിക്കല്ല, ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷനാണ്. അവിടെ ഡാമ്പിംഗ് ഫോഴ്സാണ് ആ ഗാമ തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഡോട്ട് എന്ന് പറയുന്ന ഡ്രൈവിംഗ് ഫോഴ്സാണ് എഫ് കോസ് ഒമേഗ ടി എന്ന് RHSൽ കാണുന്നത്. വിത്ത് ഡ്രൈവിംഗ് ഫോഴ്സ് ദാറ്റ് ഗിവ്സ് കോസി പീരിയോഡിക് മോഷൻ which also results in chaotic attractor. Phase plane looks irregular. ഇപ്പോൾ ഇറഗുലർ പാറ്റേണും വരാം. ടിപ്പിക്കൽ ഫേസ് പ്ലെയിൻ പാറ്റേൺസ്: ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ക്ലോസ്ഡ് എലിപ്സസ്, ഡാംഡ് ഓസിലേറ്റർ, സ്പൈറൽ ഇൻവേർഡ് ടുവേഴ്സ് ഇക്വിലിബ്രിയം. ഡ്രിവൺ നോൺ ലീനിയർ ഓസിലേറ്റർ ക്യാൻ ഷോ limit cycles or chaotic regime. Trajectories densely fill a strange attractor, no periodicity. Tools for phase plane analysis: null clients. അപ്പോൾ ഓരോ കർവും വരയ്ക്കുന്ന രീതി പറയുന്നത് കർവ്സ് വേർ curves where x dot is 0 or y dot is 0. Their intersections gives pixel points. Stability diagrams, Jacobian eigenvalues. Point care sections. Sampling trajectories at regular intervals to detect periodic versus chaotic motion. Sampling trajectory കിട്ടും. ആ ട്രജക്ടറി
പീരിയോഡിക് മോഷനും കയോട്ടിക് മോഷനും ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും. ക്ലാസിക്കൽ കയോസ് ഇൻ ഫേസ് സ്പേസ്. Chaos is best visualized not by a single trajectory but by overall structure of trajectories. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് പ്ലെയിൻ ട്രജക്ടറി കയോട്ടിക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. സെറ്റ് ഓഫ് സച്ച് കർവ്സ് ആണ് കയോട്ടിക് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ട്രാൻസിഷൻ ടു കയോസ്. പീരിയഡ് ഡബിളിംഗ് ഫിഗൻബാം സിനോറിയോ എന്ന് പറയുന്നതിന്. ഫിഗൻബാം സിനോറിയോ. കോസ് പീരിയോഡിസിറ്റി, ഇൻ്റർമിറ്റൻസി. ഫേസ് പ്ലെയിൻ പോർട്രേറ്റ്സ് ഇവോൾവ് ഫ്രം simple closed loops to multiple loops and then to fractal attractors. Summary of this class. Phase plane analysis provides a geometric approach to study nonlinear dynamics. Equilibria, limit cycles and strange attractors are key features. Classical chaos arises in deterministic systems but appears random due to sensitivity to initial conditions. Next is tools like linear stability, nullines and Poincare maps helps in visualization. ഇപ്പോൾ നമ്മളിവിടെ ഈ ലീനിയർ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ നൾക്ലൈൻസൊക്കെ പിന്നെ കാണുമ്പോൾ ഈ നോൺ ലീനിയാരിറ്റിയുടെ ഒരു ദൃശ്യാവിഷ്കരണം, വിഷ്വലൈസേഷൻ നമുക്കുണ്ടാകും. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് ട്രജക്ടറിയാണ്, ഫേസ് പ്ലെയിൻ കർവാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇത് ഇംപ്രോപ്പർ നോഡിനെ കാണിക്കും, എന്നുവെച്ചാൽ അൺസ്റ്റേബിൾ നോഡിനെ കാണിക്കുന്നതാണ്. ഇതൊരു ഫേസ് പ്ലെയിൻ കർവാണ്. വരയ്ക്കാൻ പറ്റുന്ന രീതി വരയ്ക്കുക. അപ്പോൾ അത് അൺസ്റ്റേബിളാണ്. ഇനി സ്റ്റേബിളായിട്ടുള്ള സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയും, കൺവേർജിങ് ടു എ പോയിൻറ്റ്. അപ്പോൾ ഇതിനെ ഇംപ്രോപ്പർ നോഡെന്ന് പറയും. അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ഫേസ് പ്ലെയിൻ ഡയഗ്രമാണ് ഈ കാണുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം നോക്കുക. അവിടെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോർഡിനേറ്റ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും കോർഡിനേറ്റാണ്. അപ്പോൾ ഇതൊരു കാറ്റഗറി, ഇത് രണ്ടാമത്തെ കാറ്റഗറി, ചെറിയ വ്യത്യാസം. അപ്പോൾ ആ ഗ്രാഫിനായിട്ട് നോക്കുക. ഒന്നാമത്തെ ഗ്രാഫ്, അതിനെ നമ്മൾ അൺസ്റ്റേബിൾ ഇംപ്രോപ്പർ നോഡെന്നാണ് പറയുന്നത്. അടുത്തത് ഇംപ്രോപ്പർ നോഡ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളാണത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: ഡിസ്കസ് ഫേസ് പ്ലെയിൻ അനാലിസിസ് ഓഫ് dynamical system on the basis of classical chaos. What are plane face portraits? Draw two patterns. നമ്മൾ രണ്ട് പാറ്റേൺ അവസാനം കാണിച്ചിട്ടുണ്ട്. What are limit cycles? What are the tools for face plane analysis? These are the questions. And that is the end of class number 59. We continue the classes. Thank you very much.